നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രൻ അലീനയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ? അതെ, നിനക്ക് പുറത്തോ മറ്റോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നാളെ പോകാന്നല്ല അച്ഛൻ പറഞ്ഞത്. അതെ, നാളെ പോകണ്ട, നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം. അതെന്താ അച്ഛാ ഇന്ന് പോകുന്നേ? അല്ല, അച്ഛൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞെന്നാ. അതെ, തിരക്കുണ്ടായിരുന്നു. ആ ആളാണ് മുമ്പേ കാണാൻ വന്നേ. അയാൾ വന്ന് കണ്ടിട്ട് പോയില്ലേ. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനിയിപ്പം നാളെ എന്തെങ്കിലും തിരക്ക് വന്നാലോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ എന്താ, നിനക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ അലീന പോയി റെഡി ആയിട്ട് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല, നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ആദ്യം നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എങ്കിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ അലീന കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അലീനയൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്ന് ചോദിച്ചു. ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നും ഓർക്കുന്നു പോലും ഇല്ലിപ്പം. കാരണം മനസ്സ് നിറയെ സ്റ്റാലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല, ആദ്യം തുണിക്കടയിലേക്കല്ലേ പോകുന്നെന്ന് പറഞ്ഞേ, എനിക്കിപ്പോഴും നമ്മുടെ തുണിക്കടയിലേക്ക് പോകാം. അത് വേണ്ട അച്ഛാ. അതെന്താ? എനിക്ക് ഭവിതയ്ക്കും കൃഷ്ണമോൾക്കും അതുപോലെ രോഗത്തിനെ കുറിച്ച് ഡ്രസ്സ് എടുക്കാനായിട്ടാണ്. അപ്പം പിന്നെ നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ എന്താ? അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ പൈസ വാങ്ങില്ല. അതുകൊണ്ടാ. പൈസ വാങ്ങില്ലെന്നോ? അതെ, പൈസ വാങ്ങത്തില്ല, അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ പറഞ്ഞ വേറെ കടയിൽ പോയി എടുക്കാന്ന്. എടി, അതിന് ഞാൻ പൈസ വാങ്ങിക്കോളാം. അപ്പം നിന്റെ പ്രശ്നം തീരത്തില്ലേ? അത് ശരിയാകത്തില്ല. വേറെ ഏതെങ്കിലും ഒരു കടയിൽ പോയാൽ മതി. അല്ല, എവിടെ പോകണമെന്ന് നിന്റെ മനസ്സിൽ? അങ്ങനൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഏതെങ്കിലും ഒരു കട തീരുമാനിക്കുക. എങ്കിൽ നമുക്ക് പോകാം. എവിടെയായാലും ഏതെങ്കിലും കടയിൽ കൊണ്ട് നിർത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് അല്ല, എനിക്കൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് മാറി നിന്നിട്ട് കോള് ചെയ്യുകയാണ് സ്റ്റാലിയെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കോട്ടയത്തുള്ള കല്യാൺ സിൽക്സിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. കോട്ടയത്ത് എവിടെ കല്യാൺ സിൽക്സ്? പിന്നെ അതെവിടെ എന്താന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിൽ ശരി, ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുക, ഞാനും അവിടേക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനും അലീനയും കൂടെ നേരെ കല്യാൺ സിൽക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ കല്യാൺ സിൽക്സിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, എന്താ സാറെന്ന് ചോദിച്ചു. ആ സമയം അലീന പറഞ്ഞു, ചുരിദാർ നോക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് പോകണം. ബാലേന്ദ്രൻ പറഞ്ഞു, മോള് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ ഇരുന്നിട്ട് സ്റ്റാലിയെ വിളിക്കുവാണ്. സ്റ്റാലിയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ഇവിടെ എത്തും. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവളുടെ കൺമുന്നിൽ വന്ന് ചാടാതിരിക്കണം. അല്ല, ഇനി അവിടെ വെച്ചെങ്ങാനും എന്നെ കാണുമോ? സ്റ്റാലിക്കൊരു ഭയമുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് നോക്കേണ്ട ആൾ നിങ്ങളാണ്. അതെ, ഞാനൊരു കൂളിംഗ് ക്ലാസ്സും കൂടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വഴിയില്ലായിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല സ്റ്റാലി. ഇനിയിപ്പം കണ്ടാൽ പോലും അത്ര പരിചയഭാവമൊന്നും അടിക്കണ്ട. നിങ്ങളായിരുന്നു, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ പോയിരിക്കുന്ന സമയത്ത് അലീന എന്ത് ചെയ്തു, ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഓരോ ചുരിദാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാലി അങ്ങോട്ട് വന്നു. സ്റ്റാലി വന്നിട്ട് ബാലേന്ദ്രനെ വിളിക്കുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ കണ്ടു നിങ്ങളെന്ന് പറഞ്ഞു. അല്ല, അവളെന്തിയെന്ന് ചോദിച്ചു. അവൾ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, ശരി, ഞാൻ അവൾക്ക് മുഖം കൊടുക്കാതെ എങ്ങനെയും മാറി നിന്നോളാന്ന് പറഞ്ഞു. ആ കാര്യം ഓർത്ത് ബാലേന്ദ്രൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാലി അതിൻ്റെ അത് ചുരിദാറിൻ്റെ സെക്ഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും സ്റ്റാഫ് വന്നിട്ട് എന്താ സാറേ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ചുരിദാറാന്ന് പറഞ്ഞു. അല്ല, ഏത് സൈസാ? മീഡിയം വേണോ ലാർജ് വേണോ അങ്ങനെ? അപ്പോഴേക്കും ഒരു നിമിഷം സ്റ്റാലി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യമില്ല. ആർക്കാ, ഭാര്യയ്ക്കാണോ മോൾക്കാണോ എന്ന് ചോദിച്ചു. മോൾക്കാന്ന് പറഞ്ഞു. മെലിഞ്ഞതാണോ സാറേ എന്ന് ചോദിച്ചു. സ്റ്റാലി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അത്രയ്ക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല, അധികം വണ്ണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ മീഡിയം മതിയായിരിക്കും എന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് അലീന അവിടെ നിന്നിട്ട് ഓരോന്നിങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം അലീനയ്ക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുവാണ് സ്റ്റാലി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി അലീനയുടെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് വരുന്നത്. സാറ് സെലക്ട് ചെയ്തോന്ന് ചോദിച്ചു. പെട്ടെന്ന് സ്റ്റാലി അവിടെ കിടക്കുന്ന ഒരു ചുരിദാർ എടുത്തു. ഇത് കൊള്ളാല്ലേന്ന് ചോദിച്ചു. സാറേ, ഇത് ലാർജാന്ന് പറഞ്ഞു. അയ്യോ സോറി, ലാർജ് വേണ്ട, മീഡിയം മതി എന്ന് പറഞ്ഞു. പിന്നെ മീഡിയം കാണിച്ചു കൊടുത്ത ആ പെൺകുട്ടി. അങ്ങനെ അതൊക്കെ നോക്കുന്ന പോലെ സ്റ്റാലി അവിടെ നിന്നു. ഈ സമയത്ത് അലീന ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറേ സമയം സെലക്ട് ചെയ്തതിന് ശേഷം അലീന നേരെ ബാലേന്ദ്രൻ ഇരിക്കുന്നിടത്തേക്ക് വന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, എല്ലാം എടുത്തോന്ന് ചോദിച്ചു. വാങ്ങി. അല്ല,
പൈസ മൊത്തം പൊടിച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഇനി എന്തേലും ബാക്കിയുണ്ടോ? കുളത്തൂപ്പുഴയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലിയെങ്കിലും കയ്യിലുണ്ടോ? അത് അച്ഛൻ തരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. നീയാള് കൊള്ളാലോന്ന് പറഞ്ഞു. അല്ല, അക്കൗണ്ട് ബാലൻസ് വല്ലതും ഉണ്ടോ? അതോ അത് മൊത്തം ഓർഫനേജിന് കൊണ്ട് കൊടുത്ത് തീർത്തോന്ന് ചോദിച്ചു. മിനിമം ബാലൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു പോകത്തുള്ളല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീന പറഞ്ഞു, അതെ അച്ഛനോട് ഇരിക്കുക, ഞാൻ പോയി ബില്ലായോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന വീണ്ടും എഴുന്നേറ്റ് പോയി. അങ്ങനെ അലീന പോയി നോക്കിയിട്ട് 1-2 സെക്ഷനും കൂടെ വാച്ചിൻ്റെ സെക്ഷൻ അവിടെയൊക്കെ പോയി നോക്കുകയാണ്. ആ സമയത്ത് സ്റ്റാലി അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ അലീനയുടെ എടുക്കുന്നുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ അലീനയുടെ സ്റ്റാലിക്ക് കിട്ടി. അങ്ങനെ ഒടുവിൽ എല്ലാം ബില്ലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബില്ലെല്ലാം പേ ചെയ്ത് ബാലേന്ദ്രനെ വന്ന് വിളിച്ചു അലീന. അങ്ങനെ ബാലേന്ദ്രൻ ചെന്നിപ്പോൾ കുറേ കവർ എടുത്ത് കൊടുക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, നീ കട മൊത്തം വാങ്ങിച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് മാത്രം ഒന്നും പൈസ ആയില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്റ്റാലി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് ബാലേന്ദ്രൻ നോക്കി. പക്ഷേ സ്റ്റാലിയെ കണ്ടില്ല. പക്ഷേ സ്റ്റാലി അവരെ കാണുന്നുണ്ടായിരുന്നു. ആ ഇറങ്ങുന്ന ഫോട്ടോസും വീഡിയോ ഒക്കെ സ്റ്റാലി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കാറിൽ കയറി പോകുന്നവരെ സ്റ്റാലി നോക്കിയിരുന്നു. സ്റ്റാലിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട്. പിന്നീടാണ് സ്റ്റാലി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീനയും ബാലേന്ദ്രനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളും കൂടെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ടാണ് വരുന്നത്. വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, എന്തോരം പൈസ വേറുള്ള കടയെ കൊണ്ടേ കൊടുത്തേ. നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുമായിരുന്നെങ്കിൽ ഇത്രയും പൈസ നമ്മുടെ കടയ്ക്ക് കിട്ടിയാലെന്ന് പറഞ്ഞു. ഈ അച്ഛൻ്റെ ഒരു കാര്യം അത്രയ്ക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരകത്തേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്തു, നേരെ ബബിതയുടെ മുറിയിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണെങ്കിലോ വല്ലാത്ത ടെൻഷനിലായിരുന്നു സ്റ്റാൻലി നേരെ ഹോട്ടലിലേക്ക് തിരികെ വന്നിട്ട് ഫോണിനകത്തുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുകയാണ്. കണ്ടിട്ട് സ്റ്റാൻലിക്കാണെങ്കിൽ ഒട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഓരോ നിമിഷം കാണുന്തോറും തൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നതെന്ന് സ്റ്റാൻലി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിപ്പോൾ തൻ്റെ മകളാണ് എന്ന് തെളിയിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ടതാനും ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് അറിയായിരുന്നു. ഈ സമയത്ത് ബബിതയുടെ മുറിയിലേക്ക് അലീന ഇങ്ങനെ ചെന്നിട്ട് ബബിതയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ടേക്ക് വന്നു വിട്ടേന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. വന്നപ്പോൾ തന്നെ നെഗറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബബിതയെ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാ ഇപ്പം എൻ്റെ മുറിയിലേക്ക് വന്നേന്ന് ചോദിച്ചു. ഒരു കാര്യം ഉണ്ടായിട്ട്. കാര്യം? എന്ത് കാര്യം? അതെ, ഇത് തരാനാന്ന് പറഞ്ഞുകൊണ്ട് പുറയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഗിഫ്റ്റ് കവർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താ അത്? കണ്ടിട്ടൊരു ഗിഫ്റ്റാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ഗിഫ്റ്റ് തന്നെയാണ്. അതെ, മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്, ഇതാന് അത്ര വലിയ പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പൈസ ഇല്ലാത്താണെങ്കിൽ ഒട്ടും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ അങ്ങനൊന്നും നീ പറയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ഇതും കൂടെ പിടിച്ചേ, എൻ്റെ അടുത്ത് വലിയ ഗമ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു അലീന. അങ്ങനെ അതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ബബിത അത് ആ ബെഡിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ സമയം അലീന പറഞ്ഞു, നീയേ എനിക്ക് എത്രമാത്രം ചുരിദാറുകളും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുജത്തിമാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും വാങ്ങി തന്നിട്ടില്ല. അതാ നിനക്ക് വേണ്ടി ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ആ സമയം ബബിത പറഞ്ഞു, ഞാനത് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഡ്രസ്സൊക്കെ കത്രയ്ക്ക് മുറിച്ച് കളഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് വാങ്ങി തന്നാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും വാങ്ങണ്ടേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എനിക്ക് വേണ്ടി ആരും പൈസയൊന്നും മുടക്കണ്ടായിരുന്നു. കൃത്രിമമായിട്ടൊരു ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറയണം. അപ്പോഴേക്കും അലീന ആ കവർ തുറന്നു. അതിനകത്തുനിന്ന് ഒരു വാച്ച് എടുക്കുകയാണ്. ആ വാച്ച് എടുത്ത് തന്നിട്ട് ബബിതയോട് ഞാൻ കൈയും കൂടെ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ കൈ ബലമായിട്ട് അങ്ങോട്ട് നീട്ടിപ്പിടിച്ചിട്ട് ആ വാച്ച് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുമ്പോഴത്തേനും ബബിതയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ബബിതയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.